നമ്മൾ കൊണ്ടുവരിക, നമ്മുടെ കപ്പാസിറ്റി അത് നമ്മൾ വിശ്വസിക്കുക, ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകാം. പ്രകാശ് മാത്യു also again this program. അതുപോലെ സാറിനായിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ട് ചലഞ്ചിങ് ആയിട്ട് പോകുന്നത്. To our program, and we are extremely honored to have your presence here. Welcome. I would like to welcome Mr. Prakash Matthew also again into this program. അവരുടെ സർട്ടിഫിക്കറ്റിൽ 90% ഡിസേബിൾഡ് ആണ്, പക്ഷേ അവർ 110% ഏബിൾഡ് ആണ്. നമ്മൾ കൊണ്ടുവരിക, നമ്മുടെ കപ്പാസിറ്റി അതിൽ നമ്മൾ വിശ്വസിക്കുക, ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ലൈഫിലെ പ്രശ്നങ്ങൾ നമ്മൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് എടുക്കുക. എല്ലാത്ത പ്രശ്നങ്ങളും ശരിയാണ്, എനിക്കും നിങ്ങൾക്കും ഒക്കെ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ. അപ്പം ഇപ്പം എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. ഇപ്പം എനിക്ക് ജനിച്ച സമയത്ത് 2 കൈയും 2 കാലും ഇല്ല, അത് ഞാൻ എനിക്കില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് വയ്ക്കുന്നുണ്ടാണ്. പക്ഷെ ഇത് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എനിക്കെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ ചിന്തിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഒരു വിലപ്പെടാനൊക്കെ ആരെങ്കിലും ഒന്ന് ലൈഫ് ഉണ്ടാവും. അങ്ങനെ ഒരാളുണ്ടോ? പണ്ട് കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീരാമൻ പറഞ്ഞ 2 സംസ്കൃതത്തിന്റെ വരികളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഉദ്ബോധിപ്പിച്ചിരുന്നു. ആ പറഞ്ഞ വരികളിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്, ആ മനുഷ്യർക്കൊപ്പമാണ് ഫാസിക്കപ്പെടുമെന്ന് അറിയുമ്പോൾ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം തോന്നി. ആ 2 വരികൾ കോളേജിലെ റോഡിൽ കൂടെ ഒരു പേഷ്യന്റിനെ മുന്നിൽ കൊണ്ടുപോകുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഡയഗ്നോസിസ് പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ട്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ ആ ഒരു സാധനത്തിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പൊട്ടൻസി ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ അതേ പാറ്റേൺ തന്നെ ക്വസ്റ്റ്യൻ വരിക. ഇതിന്റെ ലോജിക്ക് എന്താണോ, നേരെ എന്താണോ, ബേസ് എന്താണോ അറിയില്ല, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ എന്താണോ ഞാൻ സോൾവ് എൻ്റെ പേര് ഫാത്തിമ ഹൈഫ.
ഞാനിവിടെ ക്യാപ്സ്യൂൾ ക്രാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡോപ്പ റെസിഡൻഷ്യലിൽ റിപ്പീറ്റ് ചെയ്യാണ്. ഡോപ്പിൻ്റെ ക്യാപ്സ്യൂളിലെ ഒരു വെറൈറ്റി കണ്ടിട്ടാണ് ഞാൻ ക്രാഷ് തന്നെ ചെയ്യാൻ തുടങ്ങിയത്. അത്രയും വലിയ 96 ചാപ്റ്റേഴ്സ് ക്യാപ്സ്യൂളായിട്ട് 2 മണിക്കൂറാക്കിയിട്ട് ചുരുക്കി ക്യാപ്സ്യൂളായിട്ട് അടിപൊളി പ്രോഗ്രാമായിട്ടാണ് ഞാൻ ക്രാഷ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ റിപ്പീറ്റിന് ചേർന്നത്. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻസ് ഒന്നുമില്ല. പൊതുവേ നമ്മളൊരു സ്ഥലത്തായിരിക്കും താമസിക്കുക, ക്ലാസ് വേറൊരു സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ അതിന് ഈ പോക്ക് വരവ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഞങ്ങൾ ഭയങ്കര ടയേർഡാക്കുന്നൊരു ഒരു കാര്യമാണ്. അതൊന്നുമില്ല ഇവിടെ ഞങ്ങൾ നിൽക്കുന്നതും ഫുഡും ക്ലാസ്സും എല്ലാം ഒരേ സ്ഥലത്താണ്. രാവിലെ 7 to രാത്രി 10 വരെയാണ് ഇവരുടെ ഷെഡ്യൂൾഡ് സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയം തന്നെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഭയങ്കര പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇവിടെ റീഡിംഗ് റൂമിൽ വന്നിട്ട് നമ്മുടെ സെപ്പറേറ്റ് ക്യാബിനിൽ നിന്ന് ഈ ഒരു റീഡിംഗ് റൂമിലോട്ട് കയറിയാൽ തന്നെ പഠിക്കാനുള്ള വൈബ് മാത്രമേ ഉണ്ടാവൂ. എൻ്റെ പേര് മുഹമ്മദ് ഫൗസ്, ഫറൂഖ് ചുങ്കത്താണ് വീട്. ഡോപ്പ ബോയ്സ് റെസിഡൻഷ്യൽ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കൂൾ അറ്റ്മോസ്ഫിയറാണ്. ഏതൊരു കുട്ടിക്കും മൈൻഡ് കൂളായിട്ട് വളരെ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഡോപ്പയിലുള്ളത്. ഡോപ്പയിലെ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ അടിപൊളിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എത്ര ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാനും നല്ല രീതിയിൽ പഠിക്കാനും ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ റീഡിംഗ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പറയട്ടെ, ഞാൻ സന ഫർഹീൻ. ഞാൻ ഇവിടുത്തെ ക്യാപ്സ്യൂളിൽ സ്റ്റാർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ സ്റ്റാർ ബാച്ചിൽ ചേർന്ന സമയത്ത് ഭയങ്കര ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം തോന്നി ഫസ്റ്റ് എന്താ ഡോപ്പ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നീറ്റിൻ്റെ ലാസ്റ്റ് ടൈമിലാണ് ഡോപ്പ അറിഞ്ഞത്. അപ്പം എന്തായാലും ഫസ്റ്റ് ചാൻസിൽ കിട്ടൂല എന്ന് മനസ്സിലായി. അപ്പം ഇവിടെ എന്തായാലും റിപ്പീറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. കാരണം ഇവരുടെ ഷെഡ്യൂൾ അത്രയും പെർഫെക്റ്റ് ഷെഡ്യൂളാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഡോപ്പ റെസിഡൻഷ്യലിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് കുറേ സെഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ ക്ലാസ്സസ് ഓരോ ചാപ്റ്ററിൻ്റെയും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ്സസും, പിന്നെ അത് കഴിഞ്ഞിട്ട് സെഷൻ ഓൺ ഡിമാൻഡ്, ലൈവ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ, അങ്ങനെ ഒരുപാട് സെഷൻസ് ഉണ്ട്. റിപ്പീറ്റഡ് സ്റ്റുഡൻ്റാണ്, ഡോപ്പയിൽ ചേർന്നതാണ്. ഞാൻ ഇവിടുത്തെ റെസിഡൻഷ്യൽ ബാച്ചിലാണ് ചേർന്നത്. എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ബാച്ചും റെസിഡൻഷ്യൽ ബാച്ചും ഒരുപോലെ വെച്ചാലും റെസിഡൻഷ്യൽ ബാച്ചിൽ അതിൻ്റേതായുള്ള മികവുകൾ അവർ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലൈവ് സെക്ഷൻസ് വെച്ചാലും ലൈവ് സെക്ഷൻ കഴിഞ്ഞുള്ള സെക്ഷൻ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഓരോ സെക്ഷൻസും അറിയാത്തതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഷെഡ്യൂളിനെ കുറിച്ച് വെച്ചാൽ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഷെഡ്യൂളാണ് ഞങ്ങൾക്ക് തരുന്നത്. ഓരോ മാസവും അതിൻ്റേതായ രീതിയിലുള്ള എക്സാംസും ഓരോ മൊഡ്യൂളുകൾ കഴിയുമ്പോഴും അതിനുള്ള സ്മോക്ക് ടെസ്റ്റും അതേപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ഷോർട്ട് എക്സാം അങ്ങനെ ടൈപ്പ് മോഡൽ എക്സാംസൊക്കെ അടിപൊളിയായി നടത്തുന്നുണ്ട്. എൻ്റെ പേര് ഫറാസ് ഷെരീഫ്. ഞാൻ ഡോപ്പ റെസിഡൻഷ്യൽ സ്റ്റുഡൻ്റാണ്. എങ്ങനെയുണ്ട് പഠനമൊക്കെ? എങ്ങനെ പോകുന്നു? പറയുന്നത് പഠനമൊക്കെ അടിപൊളിയാണ്. നമുക്ക് കൃത്യമായിട്ട് ഷെഡ്യൂളൊക്കെ ഉണ്ട്, ഡെയിലി ഷെഡ്യൂളുണ്ട്. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡിൽ ക്ലാസ്സൊക്കെ കണ്ടു കഴിയാൻ പറ്റും. പിന്നെ കോൺസെപ്റ്റൊക്കെ വീഡിയോ ക്ലാസ്സിലൂടെ പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ടൈം സെൽഫ് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടും. അല്ല, അതോട്ട് പറയാം. ഓക്കെ, അപ്പോൾ MBBSന് പഠിക്കുന്ന സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷനാണ്. പിന്നെ ലൈബ്രറി ആയിരുന്നാലും ഇപ്പോൾ ക്ലാസ് ആയിരുന്നാലും ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരുന്നാലും എല്ലാം ഭയങ്കര കംഫോർട്ടാണ്. പിന്നെ സ്ട്രെസ് ഇല്ല, അതാണ് എടുത്തു പറയാനുള്ള കാര്യം. നമ്മുടെ കംഫോർട്ട് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം ടൈമിംഗ് ആയിരുന്നാലും അല്ലെങ്കിൽ ഇപ്പം പഠിക്കുന്ന സ്ട്രാറ്റജി ആയിരുന്നാലും എല്ലാം ഞങ്ങളുടേതായ രീതി ഫോളോ ചെയ്യാൻ പറ്റുന്നു. പിന്നെ സജഷൻസ് തരാറുണ്ട്, സാറുമാർ തരാറുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എൻ്റെ പേര് ജന്യ ചന്ദ്രൻ. ഞാൻ ഡോപ്പ റെസിഡൻഷ്യൽ സ്റ്റുഡൻ്റാണ്. ആദ്യമായിട്ട് ഡോപ്പയിൽ വരുമ്പോൾ എനിക്ക് ഡോപ്പ ഫസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്തത് എൻ്റെ കസിനാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ എന്താകും, റിപ്പീറ്റ് ചെയ്താൽ എന്താകും എന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഡോപ്പയിൽ ചേർന്നതിന് ശേഷം ഒരു കോൺഫിഡൻസ് കിട്ടി. അതായത് ഇപ്പോൾ എന്തെന്നും ഒരു യുണീക്കായിട്ടാണ് എനിക്ക് ഡോപ്പന് തോന്നിയത്. ബിക്കോസ് ഇവിടുത്തെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ആയാലും എന്തുകൊണ്ടായാലും ഡോപ്പ ഈസ് യൂണീക്ക്. അതങ്ങനെയാണ്. അതായത് ഇപ്പം നമുക്കിപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം അക്കാഡമിക്സ് പറയുകയാണെങ്കിൽ തന്നെയും ഡൗട്ട് ക്ലിയറൻസിനാണെങ്കിൽ എപ്പോഴും നമുക്കൊരു അക്കാഡമിക് സ്റ്റാഫ്സ് ഉണ്ടാവും, ലൈബ്രറീസ് ഉണ്ടാവും, നമുക്ക് എപ്പോഴും ബുക്ക് റെഫർ ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രഗിൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ നമുക്കൊന്ന്
എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ട് ആക്കാൻ പറ്റിയ ഒരുപാട് സ്റ്റാഫ്സ് ഇവിടെ തന്നെ ഉണ്ട്. അതിപ്പോൾ അക്കാഡമിക് സപ്പോർട്ടായാലും എന്തുകൊണ്ടായാലും അവിടെ ഒരുപാട് ഡോക്ടേഴ്സ് തന്നെ നമ്മൾ അതിൻ്റെ സപ്പോർട്ടാണ്. നമുക്ക് എന്താണെങ്കിൽ നമുക്ക് ആവാൻ പറ്റൂലേ എന്നുള്ളതൊക്കെ അവരെന്നെ ശരിക്കും നമുക്ക് പറഞ്ഞു തരും. എന്താണെങ്കിൽ പോലും നമുക്ക് മാർക്ക് കുറഞ്ഞാലും കൂടിയാലൊക്കെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡോപ്പയിൽ വന്നുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കും പറ്റും എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ പഠിത്തം മാത്രം അതിൽ മാത്രം ഒതുങ്ങാതെ വേറെ കുറേ കാര്യങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, വീക്കിലി മെൻറ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അതായത് അവർ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരും എങ്ങനെ പഠിക്കണം, ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ടൊരു എന്താ പറയുക നമ്മൾ ശരിക്കും നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അക്കാഡമിക്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഡോപ്പയിൽ. താങ്ക് യു ടു ഡോപ്പ. ഒരുപാട് ചാപ്റ്റേഴ്സാണ്, ഇപ്പോൾ 96 ചാപ്റ്റേഴ്സാണ്. സോ ഒരു ബൾക്ക് റിവിഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ അങ്ങനത്തെ ഒരു റിവിഷന് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? മാത്രമല്ല നീറ്റ് എക്സാമിന് മുമ്പ് എത്ര തവണ കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്തു? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഈ കൊല്ലം മൊത്തം ലാസ്റ്റ് ചെയ്താൽ നിങ്ങൾ നല്ല ടോപ്പേഴ്സ് ആയിട്ട് തന്നെ അടിപൊളി റിസൾട്ടോടെ എന്തായിട്ട് വരും. ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് മാർക്ക് ഭയങ്കര കുറവായിരുന്നു വരുന്നുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഡെസ്പറേറ്റ് പറഞ്ഞില്ലേ, ആ സമയത്ത് അതെങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു? ഞാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ അതേ ടോപ്പിക്കിൽ കുറച്ചുകൂടി ടഫായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. കുറച്ചുകൂടി ഐ ലെവലിൽ എത്രത്തോളം ടഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രത്തോളം പഴയ ക്വസ്റ്റ്യൻ ഡെപ്ത് കൂടി. അങ്ങനെ ഓരോ ടോപ്പിക്കും ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നിങ്ങൾ എക്സ്ട്രാ ബുക്കിൽ പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ NCERT കവർ ചെയ്യുക, സോൾവ് ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെയാണ് ഫിസിക്സ് എൻ്റെ അപ്രോച്ച്. ഫിസിക്സ് ഏറ്റവും ടഫ് സബ്ജക്റ്റ് എനിക്ക്. ബയോളജി അതിന് വേണ്ടി കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ചാപ്റ്റർ വായിച്ചാൽ ഓക്കെയാണ്, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഫിസിക്സ് ഒരു ചാപ്റ്റർ പ്രത്യേകിച്ച് സ്ട്രേറ്റ് ലൈനൊക്കെ എത്ര